ഇതുകൊണ്ടില്ല നിറച്ച് പുല്ലാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ പറിച്ച് കളയണം. അല്ലെങ്കിൽ നമ്മൾ കൃഷിക്ക് എന്ത് ചെയ്യും, കൃഷി സ്ഥലത്ത് കൃഷിമൊക്കെ നല്ലോണം ഈ കീടങ്ങൾ വരും കേട്ടോ. അപ്പം ഇങ്ങനത്തെ കള വേഗം നല്ലോണം പറിച്ച് കളഞ്ഞാൽ കീടങ്ങളുടെ ശല്യം കുറേ കുറയും. നമ്മളിങ്ങനെ നനക്കുമ്പോൾ ഇതിങ്ങനെ വെള്ളമായിട്ട് നല്ല പുല്ല് മുളക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കേട്ടോ, പിന്നെ നമ്മുടെ കൃഷി കാണാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് കുറച്ച് കൂട്ടുകാരന്മാർ വന്നിരുന്നു കേട്ടോ. എൻ്റെ അത് നമുക്ക് വലിയ സന്തോഷമായി. കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കൃഷി കാണാൻ വരിക പറഞ്ഞാൽ അവർ വന്നിരുന്നു. ഇതാണ് നിങ്ങളെ കൃഷി. നീലഗിരി ഇതിൽ വന്ന് നിങ്ങളെ കൃഷി ഒന്ന് കാണാൻ വേണ്ടി പോകുന്നതാണ്. വയനാട് കൃഷി കാണാൻ ബീൻസ് ഉണ്ട് കേട്ടോ. ഇത് എത്ര വിളവെടുക്കാറായോ? വിളവൊക്കെ ഇപ്പോൾ 2-3 വട്ടം എടുത്തു. അതെ, ഓരോ പ്രാവശ്യം എത്ര വെയിറ്റ് വരെ കിട്ടുന്നുണ്ട്? നമ്മൾ ഇന്നലെ കുറച്ച് പിന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ബീൻസ് ഇന്നലെ പറിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം എല്ലാം കാണാൻ. ഇത് തികച്ചും ഇതാണല്ലോ അല്ലേ, മറ്റേ വളമൊന്നും ഇടാത്ത ജൈവിക രീതിയിൽ. അതെ അതെ, ഓർഗാനിക് ഫുഡാണ് അല്ലേ? എന്ത് എന്താ മോട്ടർ എങ്ങനെയാണ്? എന്താ ഇവിടെ തന്നെയാണ് മോട്ടറിൽ ഇതേ തികച്ചും ഓർഗാനിക് ഫുഡാണെന്നാണ് ഇതിന്റെ പ്രത്യേകത. അതാണ്. വേറെന്താണ് ഇതില് മറ്റു കൃഷികൾ? എന്താണ് ഈ പയറും ഇതുമല്ല? ഇതാണ് നമ്മള് കേബേജ് ഉണ്ടോ? പച്ചമുളക് ഉണ്ട്, കാബേജ് ഉണ്ട്. പൂസ് എടുക്കാറായിട്ടുണ്ടോ? അവിടെ ഒന്നും ആയിട്ടുണ്ട്. കപ്പയുണ്ട്, കരിമ്പുണ്ട് അല്ലേ? കരിമ്പല്ല, ചോളാണ്. സോറി, ചോളാണല്ലേ ഇത്? ചോളം. പിന്നെ നമ്മളെ നാടൻ കപ്പയും ഉണ്ട്. കപ്പ ഇവിടെ അങ്ങനെ സ്ട്രെങ്ത് ആയിട്ട് ഇങ്ങനെയാണ് വെക്കാറ്. അപ്പൊ നമ്മളെ സിസ്റ്റം മാറിയിട്ടുണ്ട്. കൊമ്പ് ഇങ്ങനെ കടത്തി വെക്കൂലേ? കടത്തല്. പുല്ല്. കൃഷിനെ കുറിച്ച് എന്താന്ന് അറിയാത്ത ഓനാണ് സംസാരിക്കുന്നത്. അത് പശുക്കൾക്ക് കൊടുക്കാല്ലേ പുല്ലാണ്. ടൊമാറ്റോ കൃഷി ഉണ്ടല്ലോ അവിടെ. അത് ചീരാണ്. ഇത് ചൈനീസ് കാബേജാണ്. പറിച്ചിട്ടുള്ളൂ. ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ട്രെയിലാണ് ഓടിച്ചത്. അത് നീണ്ടിട്ടായിരിക്കും. ഇല്ലേ, എന്തായാലും താങ്കൾ നാട്ടിൽ വരുമ്പോ നമുക്ക് കുറച്ച് വെജ് കൊണ്ടുവരും. നാട്ടിൽ വരുമ്പോഴേ ഇനി അതെല്ലാം ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾ അവിടെ നിന്ന് വരാം. ശരി, ഞാൻ നാട്ടിൽ വരുമ്പോഴേ അതിനുള്ള പച്ചക്കറി വേണ്ടേരുന്നുള്ളൂ. ഇത് ഗ്രീൻ ടൊമാറ്റോ റെഡ് ആവുമോ? അതൊക്കെ ഗ്രീൻ നാടൻ തന്നെയാണ്. നാടനാണ്. ഓക്കെ, അപ്പൊ സന്തോഷം നിങ്ങൾ വന്ന് നിങ്ങളെ കായ്ക്കറിത്തോട്ടം കണ്ടതിൽ. ഇവിടെ കായ്ക്കറി എന്നല്ലേ പറയുന്നില്ലേ? ഞാൻ ഈ ബിസിനസ് നോക്കിയിരുന്നേ. ഞാൻ ഇവിടെ മറ്റേ ചക്രത്തുനിന്ന് സാധനം കൊണ്ടുവരുന്നു, കേരനഗർ ഇവിടുന്നൊക്കെ. വരണ്ടേ? ഞാനൊരു നമ്മുടെ നാട്ടിലേക്കൊന്ന് വാ. നമ്മുടെ ശരിക്കും നാട് അവിടെയാണല്ലോ. കല്യാണത്തിന് വരണ്ട് ഇൻഷാ അല്ലാഹ്. മത്തനും ഉണ്ട് അല്ലേ? മത്തനുണ്ട്. തോടിന് ഇവിടുന്നാണോ വെള്ളം? ഇവിടുന്ന് നനക്കല. കുളി വീട്ടിൽ നിന്ന്.
ഇത് എവിടുന്ന് വരുന്ന വെള്ളം? ഇത് ചോല മലയിൽ നിന്നാണ്. മലയിന്ന് അവിടെ കാണുന്ന റാക്കോട് മല അല്ലേ? കാക്കോട് മല ആ കാണുന്നതാ. ആ അവിടുന്ന് വരുന്നതിന് അപ്പൊ എല്ലാ കാലവും ഉണ്ടാവൂലേ? ഫുൾ ടൈം വെള്ളമാണ്. വേനൽക്കാലത്ത് ഇങ്ങനെ പറ്റൂല. ഇവിടെ ഈ ഭാഗത്തുള്ള മൊത്തം ആൾക്കാർ ഈ വെള്ളം ഈ കൃഷിനെ ഈ വെള്ളമാണ്. എവിടെ തിരിക്കുക? അവിടെ പോയിട്ട് ഇങ്ങനെ എടുത്തിട്ട് അവിടെ പോയി തിരിക്കണ്ടല്ലേ? അങ്ങനെ കയറാൻ പറ്റും റോഡ് നമുക്ക്? അങ്ങനെ കയറുന്ന റിസ്ക്കാണ്. ഒരു കയറ്റമൊക്കെ ഉണ്ട്. അവിടെ നിന്ന് തിരിക്കാം. ആ ബൈക്ക് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിക്കാം. ബൈക്ക് ഉണ്ടല്ലോ. അതിപ്പോ ഒരു മാസമായിട്ടുള്ളൂ. വീതില്ല. നമ്മൾ ഈ 4 വീൽ ഡ്രൈവിലൊക്കെ പോയതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല.